അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഒരു തുള്ളി വെളിച്ചം എന്ന പംക്തിയിലെ എൻ്റെ പ്രിയ ശ്രോതാക്കളെ, സർവശക്തനായ രാജാതിരാജനായ തമ്പുരാൻ്റെ അലംഘനീയമായ അനുഗ്രഹത്താൽ വീണ്ടും നിങ്ങളോട് സംവദിക്കുവാൻ അവസരം ലഭിച്ച അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ. നാം കഴിഞ്ഞ പംക്തിയിൽ ചർച്ച ചെയ്ത വിഷയം ഷെയ്ഖ് അഹ്മദ് ദീദാത്ത് എന്നിവരെ സംബന്ധിച്ചായിരുന്നു. ഇസ്ലാമിക പ്രബോധന മേഖലയിൽ നിസ്തുല്യമായ സേവനങ്ങൾ ലോകത്തിന് സമർപ്പിച്ച ഷെയ്ഖ് അഹ്മദ് ദീദാത്ത് 1957 ഇസ്ലാമിക് പ്രൊപ്പഗേഷൻ സെൻറ്റർ ഇൻ്റർനാഷണൽ എന്ന സംഘടന രൂപീകരിക്കുകയും ഇതിലൂടെ നിരവധി ഇസ്ലാമിക പുസ്തകങ്ങൾ പ്രചരിപ്പിക്കുകയും നിരവധി ആളുകളെ ഇസ്ലാമിൻ്റെ ശാദ്വല തീരത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. പിന്നീട് അസ്സലാം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന മറ്റൊരു സംഘടനയ്ക്ക് രൂപം നൽകുകയും താമസിയാതെ ചില സാങ്കേതിക കാരണങ്ങളാൽ ഈ സംഘടനയ്ക്ക് അധികം മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്തില്ല. ഇത് 1958 പിന്നീട് യുവാക്കളുടെ ശക്തിക്ക് വേണ്ടി മുസ്ലിം യൂത്ത് മൂവ്മെൻറ്റ് ഓഫ് സൗത്ത് ആഫ്രിക്ക എന്ന മറ്റൊരു സംഘടനയ്ക്ക് 1973 ഷെയ്ഖ് അഹ്മദ് ദീദാത്ത് തുടക്കം കുറിച്ചു. ഈ സംഘടനകളിലൂടെ യുവാക്കൾക്ക് ഇസ്ലാമിനെ കുറിച്ചുള്ള ബാലപാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും യുവാക്കളെ ഇസ്ലാമിൻ്റെ തത്വസംഹിതയിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയും ചെയ്യുവാൻ ഷെയ്ഖ് അഹ്മദ് ദീദാത്തിന് സാധിച്ചു. 1980 മുതൽ അദ്ദേഹം തൻ്റെ പ്രബോധന മേഖല ദക്ഷിണാഫ്രിക്കയിൽ നിന്നും പുറം ലോകത്തേക്ക് തിരിക്കുകയും ചെയ്തു. ഇതിൻ്റെ ഫലമായി തൻ്റെ നിരന്തരമായ പരിശ്രമങ്ങളുടെ ഫലമായി സൗദി ഗവൺമെൻറ് 1986 കിങ് ഫൈസൽ അവാർഡ് നൽകി അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തു. ഇത് തൻ്റെ 66-ാം വയസ്സിലായിരുന്നു. പിന്നീട് ഷെയ്ഖ് അഹ്മദ് ദീദാത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടങ്ങൾ നിരവധി വിദേശ പര്യടനങ്ങളിലൂടെയും നിരവധി സംവാദങ്ങളിലൂടെയും നിരവധി പ്രസംഗങ്ങളിലൂടെയും നീങ്ങുകയാണ് ചെയ്തത്. സൗദി, ഈജിപ്ത് എന്നീ രാജ്യങ്ങൾ നിരവധി തവണ ഇസ്ലാമിക പ്രബോധനവുമായി സന്ദർശനം നടത്തി. ബ്രിട്ടനിൽ 1987 പാകിസ്ഥാനിൽ 1988 അമേരിക്കയിൽ 1986 സ്വീഡൻ, ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങളിൽ 1991 കാനഡയിൽ 1994 ഓസ്ട്രേലിയയിൽ 1996 ഇസ്ലാമിക പ്രബോധന ദൗത്യവുമായി സന്ദർശനം നടത്തുകയും നിരവധി സംവാദങ്ങളിലും നിരവധി പ്രസംഗങ്ങളിലും പ്രഭാഷണങ്ങളിലും പങ്കെടുക്കുകയും ചെയ്തു. നിരവധി പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. ആദ്യമായി ഷെയ്ഖ് അഹ്മദ് ദീദാത്ത് പങ്കെടുത്ത ഡിബേറ്റ് 1981 ജോഷ് മക്ഡോൾ എന്ന ക്രിസ്തീയ പുരോഹിതനോടായിരുന്നു. അത് ഡർബനിൽ വെച്ചായിരുന്നു നടന്നത്. പിന്നീട് പ്രശസ്തമായ ഒരു സംവാദം നടന്നത് അനീസ് ഷുറൂസ്, അമേരിക്കൻ മിഷണറി ആയിരുന്ന അനീസ് ഷുറൂസിനോട് 2 തവണ സംവാദം നടത്തുവാൻ ഷെയ്ഖ് അഹ്മദ് ദീദാത്തിന് സാധിച്ചു. 1985 റോയൽ ആൽബർട്ട് ഹാളിൽ വെച്ച്, ലണ്ടനിലെ റോയൽ ആൽബർട്ട് ഹാളിൽ വെച്ചും 1988 ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ വെച്ചും അനീസ് ഷുറൂസിനോട് സംവാദം നടത്തുകയും സംവാദത്തിൽ വിജയം കൈവരിക്കുകയും ചെയ്തു. പിന്നീടാണ് തൻ്റെ പ്രശസ്തമായ സംവാദം 1986 ജിമ്മി സോഗാർട്ടിനോട് ലുസിയാന യൂണിവേഴ്സിറ്റിയിൽ വെച്ച് നടത്തപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ സംവാദത്തിലൂടെ ഷെയ്ഖ് അഹ്മദ് ദീദാത്ത് ലോക പ്രശസ്തനാവുകയും ലോകത്തിലെ നിരവധി പണ്ഡിതന്മാരെ അത്ഭുതപ്പെടുത്തുകയും ചെയ്തു. തൊട്ടുപിറകെ 1987 ഒരു ക്രിസ്തീയ പുരോഹിതനോട് സംവാദം നടത്തുവാൻ ഷെയ്ഖ് അഹ്മദ് ദീദാത്തിന് സാധിച്ചു. ഇതൊക്കെ പ്രസിദ്ധമായ സംവാദങ്ങൾ മാത്രമാണ്. ഇതുകൂടാതെ നിരവധി സംവാദങ്ങളിൽ വീണ്ടും വേറെയും അഹ്മദ് ദീദാത്ത് സംബന്ധിച്ചിട്ടുണ്ട്.
അതുകൂടാതെ 1984 ജോൺ പോൾ രണ്ടാമനെ സംവാദത്തിന് വേണ്ടി വെല്ലുവിളിച്ചത് ലോകം അത്ഭുതത്തോടെ നോക്കിക്കാണുകയുണ്ടായി. അതും വത്തിക്കാനിൽ വെച്ച് തന്നെ ഞാൻ ജോൺ പോൾ രണ്ടാമനെ വെല്ലുവിളിക്കുന്നു, സംവാദത്തിന് വേണ്ടി വെല്ലുവിളിക്കുന്നു എന്ന് ഷെയ്ഖ് അഹമ്മദിദാത്ത് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. പക്ഷേ വെല്ലുവിളി സ്വീകരിക്കാൻ ജോൺ പോൾ രണ്ടാമൻ തയ്യാറായില്ല. ഈ വിശുദ്ധമായ ഈ ജീവിതത്തിൻ്റെ അവസാനം 2005 ഓഗസ്റ്റിൽ ഷെയ്ഖ് അഹമ്മദിദാത്ത് ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു. അതിനു മുമ്പ് 1996 മുതൽ തളർവാദം പിടിപെട്ട് വളരെയധികം ക്ഷീണിതനായി കിടപ്പിലായ സമയത്തും നിരവധി ഇസ്ലാമിക പ്രവർത്തനങ്ങളിൽ മുഴുകുകയും ചെയ്തു. 2005 ഓഗസ്റ്റ് 8 ഈ ലോകത്തോട് വിട പറഞ്ഞു. സർവശക്തനായ തമ്പുരാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ സ്വീകരിക്കുവാനും അദ്ദേഹത്തോടൊപ്പം നാളെ ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂടുവാനും സർവശക്തനായ തമ്പുരാൻ തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.